നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണൂർ സർവകലാശാലയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ ദേശവിരുദ്ധമായി ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേക നിരീക്ഷണ സമിതി. ഉത്തരവിൽ പ്രതിഷേധിച്ച് SFI. കീഴ്മാടം കല്ലിക്കണ്ടി റോഡ് നവീകരണം ഉടൻ ആരംഭിക്കുമെന്ന് KP മോഹൻ MLA. റോഡ് വീതി കൂട്ടുന്ന പ്രവൃത്തി ഉടൻ ആരംഭിക്കും. ലോക പരിസ്ഥിതി ദിനം നാടെങ്ങും ആഘോഷിച്ചു. ചമ്പാട് പരിസ്ഥിതി ദിനത്തിൽ നട്ടുവളർത്തിയ നെല്ലിമരം മുറിച്ചുമാറ്റാനുള്ള നീക്കത്തിൽ പ്രതിഷേധം വ്യാപകം. CPI തലശ്ശേരി മണ്ഡലം സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിലായി കതിരൂരിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. കണ്ണൂർ സർവകലാശാലയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ ദേശവിരുദ്ധമായി ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേക നിരീക്ഷണ സമിതി. വൈസ് ചാൻസലർ ഡോക്ടർ KK സാജുവിന്റെ നിർദ്ദേശപ്രകാരം രജിസ്ട്രാർ 7-അംഗ സമിതി രൂപവൽക്കരിച്ച് ഉത്തരവിറക്കി. കേട്ടുകേൾവിയില്ലാത്ത ഉത്തരവിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തി. കണ്ണൂർ സർവകലാശാലയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ ദേശവിരുദ്ധമായി ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേക നിരീക്ഷണ സമിതി. വൈസ് ചാൻസലർ ഡോക്ടർ KK സാജുവിന്റെ നിർദ്ദേശപ്രകാരം രജിസ്ട്രാർ 7-അംഗ സമിതി രൂപവൽക്കരിച്ച് ഉത്തരവിറക്കി. കേട്ടുകേൾവിയില്ലാത്ത ഉത്തരവിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തി. SFI പ്രവർത്തകർ സർവകലാശാല ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. സർവകലാശാലയിലെ പരിപാടികൾക്ക് മൂക്കുകയറിടുന്നതാണ് ഉത്തരവെന്നായിരുന്നു ആരോപണം. കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന ചിലർ സർവകലാശാലയിലെ ചില പരിപാടികൾ അടുത്തിടെ പങ്കെടുത്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് സംഘപരിവാർ സംഘടനകൾ പരാതി ഉന്നയിച്ചിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് ചാൻസലറായ ഗവർണറുടെ നോമിനിയായ വൈസ് ചാൻസലറുടെ ഉത്തരവെന്നാണ് സൂചന. കീഴ്മാടം കല്ലിക്കണ്ടി റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് റോഡ് വീതി കൂട്ടുന്ന പ്രവൃത്തി ഉടൻ ആരംഭിക്കാൻ തീരുമാനം. KP മോഹൻ MLAയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. കേരള റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥരും കരാർ ഏറ്റെടുത്ത ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രതിനിധികളും പങ്കെടുത്ത യോഗത്തിൽ തൃപ്പങ്ങട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തക്കയിൽ അധ്യക്ഷയായി. വീതി കൂട്ടുന്ന പ്രവൃത്തി ഉടൻ ആരംഭിക്കാനും മതിയായ ജല നിർഗമന മാർഗങ്ങൾ കണ്ടെത്താനും യോഗം നിർദ്ദേശിച്ചു. ജലവിതരണ പൈപ്പുകൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള വാട്ടർ അതോറിറ്റിയുടെയും തൂണുകളും ട്രാൻസ്ഫോമറുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള KCBയുടെയും പുതുക്കിയ അടങ്കലുകൾ വേഗത്തിൽ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കും. വാഹന ഗതാഗതം സുഗമമാക്കാൻ വലിയ കുഴികളെല്ലാം അടച്ചിട്ടുണ്ടെന്നും കടവത്തൂർ ടൗണിൽ താൽക്കാലിക ഡ്രൈനേജ് സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും ഊരാളുങ്കൽ സൊസൈറ്റി എഞ്ചിനീയർമാർ അറിയിച്ചു. KRFB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C സുജിത് കുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ S അഭിലാഷ്, ഊരാളുങ്കൽ സൊസൈറ്റിയെ പ്രതിനിധീകരിച്ച് CS സന്ദീപ്, K സജിനേഷ്, AK വിപിൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK അലി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നസീമ ചാമാളിയതിൽ, KP ഷമീന, TM യശോദ, നെല്ലൂർ ഇസ്മയിൽ, VK തങ്കമണി, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ A രാഘവൻ, P കൃഷ്ണൻ, CK തിലകൻ, PK സുരേന്ദ്രൻ, K ഉത്തമൻ, ഇസ്മായിൽ ചാമാളി, KT രാകേഷ് എന്നിവർ പങ്കെടുത്തു. ലോക പരിസ്ഥിതി ദിനം നാടെങ്ങും ആഘോഷിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പൊരു പരിസ്ഥിതി ദിനത്തിൽ നട്ടുവളർത്തിയ നെല്ലിമരം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ് ചമ്പാട്ടെ ഒരു കൂട്ടം ഓട്ടോ ഡ്രൈവർമാർ. ചമ്പാട് പൊന്ന്യം പാലം റോഡിൽ ചമ്പാട് വെസ്റ്റ് UP സ്കൂളിന് മുൻവശത്തെ നെല്ലിമരമാണ് മുറിച്ചുമാറ്റാൻ ശ്രമം നടക്കുന്നത്. നെല്ലിമരം എന്തു വില കൊടുത്തും സംരക്ഷിക്കുമെന്ന നിലപാടിലാണ് ഓട്ടോ ഡ്രൈവർമാർ. ചമ്പാട് വെസ്റ്റ് UP സ്കൂളിലെ മുൻ പ്രധാനാധ്യാപകനായിരുന്ന K വിജയനാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരിസ്ഥിതി ദിനത്തിൽ സ്കൂളിന് മുൻവശത്തായി നെല്ലിമരം നട്ടത്. സ്കൂളിന് മുന്നിൽ തന്നെ വളർന്ന നെല്ലിമരം അക്ഷരാർത്ഥത്തിൽ സ്കൂളിനും തൊട്ടുമുന്നിലെ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാർക്കും നൽകുന്ന കുളിർമ ചെറുതായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സ്കൂളിലെ കിണറിനും ചുമരിനും ഭീഷണിയാണെന്ന് കാണിച്ച്
ചമ്പാട് വെസ്റ്റ് UP സ്കൂൾ പ്രധാനാധ്യാപകൻ VP രജിലേഷാണ് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് മരം മുറിച്ചു മാറ്റണമെന്ന പരാതി നൽകിയത്. വിവരം പുറത്തുവന്നതോടെ സ്കൂൾ PTA വ്യാജ പരാതിയിൽ സംരക്ഷിത മരത്തിൽപ്പെട്ട നെല്ലിമരം മുറിക്കാനുള്ള PWD തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU മീത്തലെ ചമ്പാട് ഡിവിഷൻ കമ്മിറ്റി രംഗത്തെത്തി. ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് കേരള മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് 1,00,000-ലധികം മരങ്ങൾ വെച്ചു കൊടുക്കുന്നത്. ഈ അവസരത്തിലാണ് മീത്തലെ ചമ്പാട് ഹൃദയഭാഗത്ത് എടുക്കുന്ന നെല്ലിമരം മുറിക്കാൻ PTA PWD പരാതി നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുറിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു കാരണവശാലും മുറിക്കാൻ അനുവദിക്കില്ല. ഇത് കൊല്ലത്തിൽ 3 പ്രാവശ്യം ഇതിന് നെല്ലിക്ക അയക്കലുണ്ട്. ഒരുപാട് ആൾക്കാർ നെല്ലിക്ക ഇതിന് പറിക്കലുണ്ട്. അപ്പോൾ ഇത് CITU എന്ന നിലയിൽ ഈ തീരുമാനത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണമെന്ന് പറയുന്നുണ്ട്. നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനും കളക്ടർക്കും പരാതിയും കൊടുക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഇത് മുറിക്കാൻ അനുവദിക്കില്ല. അത്ര വലിയ അപകട ഭീഷണിയൊന്നുമില്ല. അതിനേക്കാട്ടും വലിയ അപകട ഭീഷണിയുള്ള ഒരു മാവിടെ സ്ഥിതിയായിട്ട് വർഷങ്ങളായി പരാതി കൊടുത്തിട്ട് അധികൃതർ മുറിക്കാൻ PWD നടപടി സ്വീകരിച്ചിട്ടില്ല. ആ അവസരത്തിലാണ് ഒരു അപകടമില്ലാത്ത ചെറിയൊരു നെല്ലിമരം മുറിക്കാൻ PWD നടപടി എടുത്തിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധം CITU ഓട്ടോ തൊഴിലാളി എന്ന നിലയിൽ നമ്മൾ ഇത് അറിയിക്കും. ഒരു കാരണവശാലും ഇത് മുറിക്കാൻ അനുവദിക്കില്ല. എന്തു വില കൊടുത്തും നെല്ലിമരം മുറിക്കാൻ അനുവദിക്കില്ലെന്ന കർശന നിലപാടിലാണ് ഓട്ടോ തൊഴിലാളികൾ. നമ്മുടെ ഇവിടെ സ്കൂളിൻ്റെ ചമ്പാട് വെസ്റ്റ് UP സ്കൂളിൻ്റെ ഒരു നെല്ലിമരം മുറിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ PTA പഞ്ചായത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ മുറിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഫ്ലക്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനെക്കൊണ്ട് ആർക്കും അപകടമില്ലാത്തൊരു ഇതാണ്. ഇപ്പോൾ ഇവിടെയുള്ളൊരു മാവ് മുറിക്കാൻ പറഞ്ഞിട്ട് അവർ PWD ഇതുവരെ ഒന്നും മുറിച്ചിട്ടില്ല. അപ്പോൾ ഇത് മുറിക്കാൻ നമ്മളെ അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതെല്ലാവരോടും സഹകരിക്കണമെന്ന് പറയണം. അതേസമയം മരം മുറിക്കാൻ PTA പരാതി നൽകിയിട്ടില്ലെന്ന് എക്സിക്യൂട്ടീവ് അംഗം നസീർ ഇടവലത്തും അറിയിച്ചു. CPI തലശ്ശേരി മണ്ഡലം സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിലായി കതിരൂരിൽ നടക്കും. സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സജ്ജീകരിക്കുന്ന K ചാത്തുക്കുട്ടി നഗറിലാണ് 2 ദിവസങ്ങളിലായി സമ്മേളന പരിപാടികൾ നടത്തുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2 ദിവസങ്ങളിൽ നടക്കുന്ന സമ്മേളനത്തിൽ ആദ്യത്തെ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് പാർട്ടി രൂപീകരണത്തിൻ്റെ ജന്മശതാബ്ദി വർഷമായതുകൊണ്ട് ആ ആഘോഷ പരിപാടികളാണ് തുടങ്ങുന്നത്. ജന്മശതാബ്ദി ആഘോഷം പാർട്ടി ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും MPയുമായ അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ 2 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം പൊന്നം കൃഷ്ണൻ പതാക ഉയർന്നതോടുകൂടി സമ്മേളന നടപടികൾക്ക് തുടക്കം കുറിക്കും. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗം CN ചന്ദ്രനാണ്. 1-ാം ദിവസം ഉച്ചയ്ക്ക് 2-ന് സമ്മേളന നഗരിയിൽ പൊന്നം കൃഷ്ണൻ പതാക ഉയർത്തുന്നതോടെ പ്രഥമ പരിപാടിയായ ജന്മശതാബ്ദി സമ്മേളനം ആരംഭിക്കും. പാർട്ടി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ MP ഉദ്ഘാടനം ചെയ്യും. മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് MS നിഷാദ് അധ്യക്ഷനാവും. 8-ന് ഞായറാഴ്ച രാവിലെ പ്രതിനിധി സമ്മേളനം നടക്കും. പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗം CN ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. നേതാക്കളായ CP സന്തോഷ് കുമാർ, CP ഷൈജൻ, A പ്രദീപൻ, N ഉഷ, VK സുരേഷ് ബാബു, വെള്ളോറ രാജൻ എന്നിവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് MS നിഷാദ്, മഹേഷ് കുമാർ മഠത്തിൽ, പൊന്നം കൃഷ്ണൻ, K ദിബിൻ എന്നിവർ പങ്കെടുത്തു. പാനൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. പാനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വൃക്ഷത്തൈ നട്ട് നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം നിർവഹിച്ചു. പാനൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷം നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. പഴയ തലമുറ ചേർത്ത് പിടിച്ചതുമായ ഭൂമിയും പ്രകൃതിയും മരങ്ങളുമൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് പുതിയ തലമുറക്ക് കൈമാറുക എന്ന വലിയൊരു ഉത്തരവാദിത്വം നമ്മിൽ ഏൽപ്പിക്കപ്പെട്ടതും ആ ഒരു ദിവസവും കൂടിയാണ് ജൂൺ 5. ഒരു മരം നട്ടുപിടിപ്പിക്കുകയും അമ്മക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും 100 കിളികൾക്ക് വേണ്ടിയും നല്ല നാളേക്ക് വേണ്ടിയും എന്ന സന്ദേശം ബന്ധിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ. പുതിയ തലമുറ മണ്ണിനെയും വെള്ളത്തെയും പ്രകൃതിയെയും മരത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദിനങ്ങൾ വരട്ടെ എന്നുകൂടി ഈ ദിവസം ആശംസിക്കുകയാണ്. നഗരസഭ ഗ്രീൻ സിറ്റി മാനേജർ ശശി നടുവിലക്കണ്ടി അധ്യക്ഷനായി. ജയചൈമാരായ വിസിയ, ഷിംന, അജല്യ, KSWMB ശ്രുതി, നഗരസഭാ ജീവനക്കാരായ അനീഷ്, ജബ്ബാർ, ദിനേശൻ, ജഗദീഷ്, വിധുൻ, അറാഫത്ത്,
എന്നിവർ പങ്കെടുത്തു. RJD കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ വിതരണവും വെച്ചുപിടിപ്പിക്കലും നടന്നു. പുത്തൂർ PR ജന്മശതാബ്ദി മന്ദിരത്തിന് മുന്നിലാണ് പരിപാടി നടന്നത്. RJD കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷം മഹിളാ ജനതാദൾ സംസ്ഥാന അധ്യക്ഷ OP ഷീജയ്ക്ക് വൃക്ഷത്തൈ നൽകിക്കൊണ്ട് KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഉദ്ദേശം ഇതൊരു സന്ദേശമായിട്ട് മാറി നമ്മുടെ പ്രദേശത്തെ നന്നായി തന്നെ പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് വരാൻ പോകുന്ന അപകടം മനസ്സിലാക്കിക്കൊണ്ട് നമുക്കറിയാം നമ്മുടെ പ്രദേശങ്ങളിൽ മാത്രമല്ല പല പ്രദേശങ്ങളിലും ഭൂമിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ നെറുകേടിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പല സ്ഥലത്തും ഭൂമി ഇടിയുകയും ഒക്കെ തന്നെ ചെയ്തുകൊണ്ട് അതാണ് നമ്മൾ വയനാട്ടിലും കണ്ടത്. ഇതിലൊക്കെ തന്നെ സംരക്ഷണം വേണമെങ്കിൽ നമുക്ക് വൃക്ഷത്തൈകളൊക്കെ തന്നെ വെച്ച് പിടിപ്പിക്കുകയും പരിസ്ഥിതിയെ സംരക്ഷിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാം വലിയ സന്ദേശം ലോകത്തിന് തന്നെ നൽകിയ സഖാ വീരേന്ദ്രകുമാർ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിനം കഴിഞ്ഞ 28-ാം തീയതിയായിരുന്നു, മെയ് 28-ന്. അതിൽ നമ്മളൊക്കെ തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രണാമം അർപ്പിച്ചിരുന്നു. മണ്ഡലം പ്രസിഡന്റ് P ദിനേശൻ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ കുന്നോത്ത്, കരുവാങ്കണ്ടി ബാലൻ, O മോഹനൻ മാസ്റ്റർ, നന്ദനൻ ചെണ്ടയാട്, സജീന്ദ്രൻ പാലത്തായി, റിജീഷ് പുത്തൂർ എന്നിവർ സംസാരിച്ചു. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി പാഷൻ ഫ്രൂട്ട് വാൾ ഒരുക്കി. മനുഷ്യരാശിയുടെ നിലനിൽപ്പ് തന്നെ അപകടമാകുന്ന ഇന്നത്തെ പരിസ്ഥിതിയിൽ സ്മോൾ ഹാൻഡ്സ് ക്രിയേറ്റ് ഗ്രീൻ വാൾ എന്ന ആശയത്തിലാണ് ബാങ്ക് കാവുങ്കരയിലത്ത് പുതുതായി ആരംഭിക്കാൻ പോകുന്ന അഗ്രി നഴ്സറിയുടെ ചുറ്റുമതിലിൽ പാഷൻ ഫ്രൂട്ട് പടർത്തിയിരിക്കുന്നത്. കതിരൂർ ഈസ്റ്റ് LP സ്കൂളിലെയും പുല്യോട് വെസ്റ്റ് LP സ്കൂളിലെയും വിദ്യാർത്ഥികൾക്ക് വിവിധ തൈകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ജില്ലാ കൃഷി ഓഫീസർ ഇൻചാർജ് തുളസി ചെങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിനം ഈ വർഷത്തേത് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അവസാനിപ്പിക്കുക എന്നുള്ള മുദ്രാവാക്യത്തോടു കൂടിയാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനം വരുന്നത്. പരമാവധി ഈ പറയുന്ന പൊല്യൂഷൻ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഖരമാലിന്യ പൊല്യൂഷൻസ് അങ്ങനെ ഒഴിവാക്കിയും കൊണ്ട് പരമാവധി നമ്മുടെ പരിസ്ഥിതിയെയും നമ്മുടെ മണ്ണിനെയും സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ എല്ലാ വർഷവും നമ്മൾ നടത്തി വരുന്നു. പരിസ്ഥിതി ദിനത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ കേവലം ഒരു ദിന ആചരണം എന്നുള്ള രീതിയിലായി മാറാതെ അത് സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു സംവിധാനമായി മാറേണ്ടതുണ്ട്. തീർച്ചയായും കാർഷിക മേഖലയുമായും പരിസ്ഥിതി സംരക്ഷണവുമായും മറ്റ് എന്ത് ആക്ടിവിറ്റിയുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു മാതൃകയാണ്. ഞാൻ കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ആളായതുകൊണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് ഇവർ കൈവെക്കാത്ത മേഖലകളില്ല എന്ന് തന്നെ പറയാം. നെൽകൃഷി മുതൽ വാല്യൂ അഡീഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇവരുടെ ഒരു കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും കൃഷി എന്ന് പറയുമ്പോൾ നമുക്കറിയാം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ അധ്യക്ഷനായി. തലശ്ശേരി സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ PP രാജേഷ് മുഖ്യാതിഥിയായി. നെല്ലി, അശോകം, കൂവളം, കണിക്കൊന്ന, ചന്ദനം, രക്തചന്ദനം, ആടലോടകം, കുറുന്തോട്ടി, ശതാവരി, വേപ്പ്, ചിറ്റരത, ചെത്തിക്കൊടുമ്പേലി എന്നിവയുടെ തൈകൾ വിവിധ വ്യക്തികൾ നട്ടുപിടിപ്പിച്ചു. രാജേഷ് ബാബു പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലി. നമ്മൾ ജീവിക്കുന്ന ഭൂമി ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെന്ന് ഞാൻ ഭൂമിയുടെ ഗുണഭോക്താക്കൾ മാത്രമാണ് നമ്മൾ നമുക്ക് ലഭിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ സുധീഷ്, സുരേഷ് K, കാരായി വിജയൻ മാസ്റ്റർ, സുരേഷ് മാസ്റ്റർ, ഷീജ ടീച്ചർ എന്നിവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി സുരേഷ് ബാബു സ്വാഗതവും പ്രസന്നൻ നന്ദിയും പറഞ്ഞു. കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ മെത്രാപ്പോലിത്തായായി സ്ഥാനാരോഹണം ചെയ്ത വർഗീസ് ചക്കാലയ്ക്കലിൽ ശനിയാഴ്ച തലശ്ശേരി ചാലിൽ പള്ളിയിൽ പ്രൗഢോജ്വല സ്വീകരണം ഒരുക്കുന്നു. കണ്ണൂർ രൂപതയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സ്വീകരണ പരിപാടി രൂപത മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുന്തല ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തലശ്ശേരി അതിരൂപത മെത്രാപ്പൊലിത്ത ഡോക്ടർ മാർ ജോസഫ് പാംബ്ലാനി ഉപഹാരങ്ങൾ സമർപ്പിക്കും. സ്വീകരണ പരിപാടികൾക്കുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പറഞ്ഞു.
ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 മാഹി പാലത്തിന് സമീപത്തു നിന്നും മെത്രാപ്പൊലിത്തയെ വരവേൽക്കും. വാഹനങ്ങളുടെ അകമ്പടിയോടെ സ്വീകരണ പരിപാടികൾ നടത്തുന്ന ചാലിൽ ദേവാലയത്തിലേക്ക് ആനയിക്കും. പള്ളി പരിസരത്തു നിന്നും മുത്തുക്കുടകളും വാദ്യമേളങ്ങളും അണിചേരുന്ന ഘോഷയാത്ര പള്ളി അങ്കണത്തിലേക്ക് പ്രവേശിക്കും. തുടർന്ന് സ്വീകരണ ചടങ്ങുകൾ നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. നവീകരിച്ച സിൽവർ ജൂബിലി ഹാളിന്റെ ഉദ്ഘാടനവും ദിവ്യബലി സമർപ്പണവും നടക്കും. 14 വർഷത്തോളം അദ്ദേഹം ഇവിടെ കോഴിക്കോട് നമ്മുടെ കണ്ണൂർ രൂപതയിൽ ഉണ്ടായിരുന്നു. പിന്നീടാണ് അദ്ദേഹം കോഴിക്കോട് രൂപത ആർച്ച് രൂപതയായപ്പോൾ അല്ലെങ്കിൽ അതിരൂപതയായപ്പോൾ അതിൻ്റെ ആദ്യത്തെ മെത്രാപ്പൊലിത്തയായിട്ട് സ്ഥാനാരോഹണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കണ്ണൂർ രൂപതയിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ കണ്ണൂർ രൂപതയ്ക്ക് സംബന്ധിച്ചും കോഴിക്കോട് രൂപത അതിൻ്റെ മാതൃരൂപതയാണ്. ആ മാതൃരൂപതയിലെ മെത്രാപ്പൊലിത്തായെ ഇവിടെ കണ്ണൂർ രൂപത പൂർണ്ണമായിട്ടും വിളിച്ച് സ്വാഗതം ചെയ്തൊരു ചടങ്ങാണിത്. നമ്മൾ അദ്ദേഹത്തിന് ആദരങ്ങൾ അർപ്പിക്കുന്നു, ഞങ്ങളുടെ കൃതജ്ഞത അർപ്പിക്കുന്നു. അതിനുവേണ്ടി കണ്ടെടുത്ത ദിവസമാണ് ഈ പറഞ്ഞ ജൂൺ 7-ാം തീയതി ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 പിതാവിനെ നമ്മുടെ രൂപത അതിർത്തിയായ മാഹിയിൽ നിന്ന് സ്വീകരിക്കുകയും തുടർന്ന് ചാലിൽ സെയിൻറ്റ് പീറ്റേഴ്സ് പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ദിവ്യബലിയും തുടർന്ന് ഒരു ചെറിയ അനുമോദന സമ്മേളനവും അവിടെ നടക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ റവറൻ ഫാദർ ബെന്നി മണപ്പാട്ട്, റവറൻ ഫാദർ തോംസൺ കൊറ്റിയത്ത്, PJ ഹാരി, ഷിബു ഫെർണാണ്ടസ്, ശ്രീജൻ ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. പ്രൊഫഷണൽ ഡിഗ്രിയാണോ നിങ്ങളുടെ സ്വപ്നം? എങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ BBA റിസൾട്ടിൽ 3-ാം സ്ഥാനവും BComൽ 7-ാം സ്ഥാനവും ലഭിച്ച ടിയാസ് കോളേജിൽ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. Courses offered: BBA, BCom Finance, BCom Corporation, BA English. Newly added courses: BCA, BCom Logistics. Add-on courses: ACCA, Aviation and Logistics, Artificial Intelligence and Machine Learning, Cloud Computing and Data Science, Ethical Hacking and Cyber Security. Tellicherry Institute of Advanced Studies, Arts and Science College, affiliated to Kannur University and approved by Government of Kerala. Kundurmala, West Punyam, Talasheri. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി.
സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803 9497360333. मेरे नैनों में रहना सजना, इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. ചൊക്ലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ജമുന റാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ചൊക്ലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ജമുന റാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് കുറേത് വേണം. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അതിന്റെ ഒരു അമിത ഉപയോഗം നമ്മുടെ ഇടയിൽ കടന്നുകൂടിയിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്ത നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. അത് ശരിയാണോ? അപ്പൊ ഓരോ ദിവസവും നമ്മൾ കണ്ടുവരുന്നത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മൾ ഈ ഫോണിലാണ്. ഇപ്പോൾ എല്ലാവരും ഫോണിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഫോണിലാണ്. പക്ഷേ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, വളർന്നു വരുന്ന കുട്ടികൾ എന്നുള്ള നിലയിൽ ധാരാളം കമ്മിറ്റ്മെന്റ് ഈ സമൂഹത്തോട് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഒറ്റക്കല്ല വളർന്ന് വലുതായിട്ട് ഈ ഫുൾ A+ നേടിയിട്ടുള്ളത്. ധാരാളം ആളുകൾ എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ കൊണ്ടുവിട്ട ഡ്രൈവർ തൊട്ട് അവിടെ പഠിപ്പിച്ച അധ്യാപകർ തൊട്ട് ഈ സമൂഹത്തിലെ ഇന്ന് പഞ്ചായത്ത് ഭരണസമിതി അടക്കം അടങ്ങുന്ന ഇവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് ഈ ഫുൾ A+ കിട്ടാനുള്ള സാധ്യത ഉണ്ടായത്. അപ്പൊ ഈ സമൂഹത്തോട് നമുക്ക് വളരെ വലിയൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഏറ്റവും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട സമയം എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുക? വെറുതെ നിഷ്പ്രയാസം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പങ്കെടുത്ത കുട്ടികൾ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടാവും. ഇന്ന് കാര്യങ്ങളൊക്കെ നാളെ നമ്മൾ പ്രഭാതത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കും. ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ടീച്ചർ അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VM റീത്ത, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NB സജിത, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TC പ്രദീപ് മാസ്റ്റർ, വാർഡംഗം A പ്രദീപ് എന്നിവർ സംസാരിച്ചു. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനിഷ സ്വാഗതവും KP ഷിനോജ് നന്ദിയും പറഞ്ഞു. വാർഡംഗങ്ങൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ, പൊതുജനങ്ങൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. പ്രശസ്ത വൈൽഡ് ഫോട്ടോഗ്രാഫറും എഴുത്തുകാരനും കോളമിസ്റ്റുമായ അസീസ് മാഹി വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത വൈൽഡ് ഫോട്ടോഗ്രാഫറും എഴുത്തുകാരനും കോളമിസ്റ്റുമായ അസീസ് മാഹി വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ നിലവിൽ പരിചരിച്ചു വരുന്ന മിയാവാക്കി വനത്തിന്റെ 3ാം ഘട്ട ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. ഒരേ ഒരു ഭൂമി ഉണ്ടായിരുന്നു. ആ ഭൂമിയെ മാറോട് ചേർത്ത് പിടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പിന്നീടുള്ള കാലങ്ങളിൽ നടന്നത്. ഈ വർഷത്തെ പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം പ്ലാസ്റ്റിക് വിമുക്ത ലോകം എന്നാണ്. പ്ലാസ്റ്റിക്കിന്റെ ഉപഭോഗത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഇവിടെ അധ്യക്ഷനും ഉദ്ഘാടനമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം പ്രകൃതി സംരക്ഷണം എന്നത് ഒരു പ്ലാസ്റ്റിക് വിമുക്ത ലോകം മാത്രം ഉണ്ടാക്കുക എന്നതല്ല. ഈ വർഷത്തെ മുദ്രാവാക്യം മാത്രമാണത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ മത്സര പ്രകൃതിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, മാതൃസമീപം ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. പ്രകൃതിയുടെ സ്പന്ദതാളം
നിങ്ങളുടെ എല്ലാം ഹൃദയതാളവുമായി ചേർത്ത് വെക്കാനുള്ള ഒരു ഗരിമ, മനസ്സിന്റെ ഗരിമ നിങ്ങൾക്കുണ്ടാവണം. നിലവിൽ മിയാവാക്കി വനത്തിൽ 50ഓളം ഫലവൃക്ഷ തൈകൾ ഉണ്ട്. അമ്പഴം, സപ്പോട്ട, പേര, വിവിധതരം മാവ്, റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, പീനട്ട് ബട്ടർ, ആപ്പിൾ ചാമ്പ, ചതുരപ്പുളി, അത്തനാരകം തുടങ്ങിയവയാണ് ഇതിലുള്ളത്. സ്കൂളിൽ നടന്നുവരുന്ന പുനർജനി പദ്ധതി പ്ലാസ്റ്റിക് സഞ്ചിക്ക് പകരം തുണിസഞ്ചി വിതരണവും നടന്നു. വിദ്യാർത്ഥികൾക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പ്രദർശനവും നടന്നു. കാടിനെ അറിയുക എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വൈവിധ്യങ്ങളായ മൃഗങ്ങളെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും അസീസ് മാഹി തന്റെ ക്ലാസ്സിൽ പ്രതിപാദിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ കെ അനിൽകുമാർ അധ്യക്ഷനായി. PTA പ്രസിഡന്റ് GV രാഗേഷ്, സ്കൂൾ മാനേജർ N സുനിൽകുമാർ, ഡെപ്യൂട്ടി HM KM ഉണ്ണി മാസ്റ്റർ, സ്റ്റാഫ് സെക്രട്ടറി P വിജിത് മാസ്റ്റർ, VV അജേഷ് മാസ്റ്റർ, അതുൽ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ യൂസഫ് ഒദയോത്ത് സ്വാഗതവും കൺവീനർ MD സനീഷ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. അധ്യാപകരായ രാജീവൻ, സരീഷ്, അഖിൽ, ആദർശ്, പവിത്രൻ, ജിഷ്ണു, അഭിലാഷ്, അതുല്യ, ലിഷ, നമിത, സന്ധ്യ, ഷീജ എന്നിവർ നേതൃത്വം നൽകി. എലാങ്കോട് LP സ്കൂളിന്റെയും പാനൂർ കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. വൃക്ഷത്തൈ നട്ടുകൊണ്ട് പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. എലാങ്കോട് LP സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷം പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് വേണ്ടി ഒരു തൈ നടാം, കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം, നല്ല നാളേക്ക് വേണ്ടി. അങ്ങനെ അമ്മക്കും കൊച്ചുമക്കൾക്കും 100 കിളികൾക്കും ഒരു നല്ല നാളേക്കും വേണ്ടി തൈ നടാം എന്ന ഓർമ്മപ്പെടുത്തൽ നമ്മുടെ മറന്നുപോയ വഴികളിൽ കൂടിയുള്ള ഒരു തിരിച്ചുപോക്കായി ഈ ദിവസത്തെ നമുക്ക് കാണാൻ സാധിക്കണം. കാരണം നമ്മുടെ പൂർവികന്മാർ കൃഷിപ്പാടങ്ങളിലും അവരുടെ ജീവിതചര്യയുടെ ഭാഗമായും എല്ലാം പ്രകൃതിയെ സ്നേഹിച്ച്, മണ്ണിനെ സ്നേഹിച്ച്, മണ്ണും വെള്ളവും ഭൂമിയെയും ചേർത്ത് പിടിച്ച് കടന്നുപോയൊരു കാലഘട്ടം. നമ്മളതിന് വ്യത്യസ്തമായി അതിനെയൊക്കെ മറന്നുകൊണ്ട് പോകുമ്പോഴാണ് നമ്മൾ കേൾക്കുന്ന ദുരന്തങ്ങളൊക്കെ കേൾക്കുന്നത്. മരം പരമാകുന്ന കാലത്ത് നിന്ന് മരത്തെ വെട്ടിമുറിക്കുകയും മണ്ണിനെ അടർത്തിയെടുക്കുകയും എല്ലാം കുന്നുകളും മണ്ണും ജലവുമെല്ലാം നമുക്ക്. പാനൂർ നഗരസഭാ കൗൺസിലർ സജിത അനീവൻ അധ്യക്ഷയായി. PTA പ്രസിഡന്റ് സുധീഷ്, മദർ PTA പ്രസിഡന്റ് ഗ്രീഷ്മ ബിനീഷ്, SSG കൺവീനർ അബൂബക്കർ, സയൻസ് ക്ലബ് കൺവീനർ രമ്യ എന്നിവർ സംസാരിച്ചു. പാനൂർ കൃഷി ഓഫീസർ PK ലയ സ്വാഗതവും പ്രധാനാധ്യാപിക അജിത ടീച്ചർ നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. അന്നവിടൊരു വയലുണ്ടാർന്നേ, വയലുമുഴുവൻ കതിരുണ്ടാർന്നേ, കതിർവത്താൻ കിളികളുമാർന്നേ, കിളികൾ വാഴ. ഒളിവിലം P ഉമ്മർ ഹാജി മെമ്മോറിയൽ പകൽ വീടിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. ഉമ്മർ ഹാജി അനുസ്മരണവും ഇതോടൊപ്പം നടന്നു. വൃക്ഷത്തൈ നടിയിലും ഒളവിലത്തെ ജനകീയ നേതാവായിരുന്ന P ഉമ്മർ ഹാജി അനുസ്മരണവും നടത്തി. സഹോദരന്മാരെ, ലോക പരിസ്ഥിതി ദിനമായ പരിസ്ഥിതിയെ ഏറ്റവും സ്നേഹിക്കുന്ന പാറമ്പൽ ഉമ്മർ ഹാജിയുടെ നാമകരണത്തിൽ സ്ഥാപിതമായ പകൽ വീടിന്റെ ഇന്നത്തെ അനുസ്മരണ ചടങ്ങും രണ്ടും കൂടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഈ
കൃഷിക്കാരനുള്ള നിലയ്ക്ക് ഏറ്റവും ബഹുമതി നേടിയ ഗംഗാധരൻ മാസ്റ്ററാണ് ഈ തൈ നടാൻ രാജൻ മാസ്റ്ററാണ് ഈ തൈ നടാൻ നേതൃത്വം വഹിക്കുന്നത്. 5 വർഷങ്ങൾക്ക് മുൻപ് പരിസ്ഥിതി ദിനത്തിലാണ് പി ഉമ്മർ ഹാജി വിട പറഞ്ഞത്. പി മൊയ്തു ഹാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കെ സി രാജൻ മാസ്റ്റർ അധ്യക്ഷനായി. വൃക്ഷത്തൈ നടൽ കെ സി രാജൻ മാസ്റ്റർ, പി സി അബ്ദുള്ള ഹാജി എന്നിവർ നിർവഹിച്ചു. വി കെ ഖാലിദ്, നസീർ കെ, ടി വി മിഫ്താഹ്, സുലൈമാൻ മാസ്റ്റർ, സി വി മുസ്തഫ ഹാജി, ഇ വിനോദ്, സി എച്ച് അസ്ലം, നാസർ കരിയാട്, കെ പി സഫീർ എന്നിവർ സംസാരിച്ചു. സി ഗംഗാധരൻ മാസ്റ്റർ സ്വാഗതവും ശങ്കരൻ നായർ നന്ദിയും പറഞ്ഞു. സാധ്യമോ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് കതിരൂർ ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേന പ്രവർത്തകർ വിവിധ വാർഡുകളിലായി മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. CH നഗർ അംഗൻവാടി പരിസരത്ത് പരിപാടിയുടെ ഉദ്ഘാടനം നടന്നു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് പി സാനിൽ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് വികസന പ്രവർത്തനം അനിവാര്യമാണ്. എന്നാൽ ആ വികസന പ്രവർത്തനത്തിനോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഇതുപോലുള്ള കൂട്ടായ്മകളിലൂടെ പൊതുജനങ്ങൾക്കിടയിൽ നമുക്ക് ഈ സന്ദേശം എത്തിക്കാൻ വേണ്ടി കഴിയണം. ഇത്തവണത്തെ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ പ്ലാസ്റ്റിക്കിനെതിരായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനം ശക്തിപ്പെടുത്തണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആ നിർദ്ദേശം കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിച്ചു. നമ്മൾ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് അത് പൂർണ്ണമായും ഒഴിവാക്കാനും അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറക്കാനും വേണ്ടിയാണ് ഇത്തവണ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായുള്ള സന്ദേശം നമ്മൾ മുന്നോട്ടേക്ക് വെക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഈ കടലായാലും കരയായാലും എല്ലായിടങ്ങളിലും ഇപ്പോൾ പ്ലാസ്റ്റിക് ഒരു വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതിക്ക് വലിയ കോട്ടം സൃഷ്ടിക്കുന്ന, ആഘാതം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യം ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മീൻ കിട്ടില്ല അല്ലേ? ചോറിറങ്ങാത്ത കുറേ ആളുകൾ. എന്താ കാര്യം? ഒരു കടലിൽ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ പുറത്തേക്ക് പോയി. ആ കണ്ടെയ്നറുകളിൽ മാരകമായ വിഷവസ്തുക്കൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ആ വിഷവസ്തുക്കൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ പലരും പിന്നീട് മീൻ കഴിക്കാൻ തയ്യാറായി. വാർഡംഗം വേണുഗോപാൽ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ടി കെ ഷാജി സ്വാഗതം പറഞ്ഞു. വിഇഒ രസിത, ഹരിതകർമ്മസേന പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അംഗൻവാടി പ്രവർത്തകർ, നാട്ടുകാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ങ്ങളിലൂടെ കടന്നു പോവുകയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഭൂമിയിലെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ മനുഷ്യരുൾപ്പെടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമെന്ന് എനിക്കറിയാം. അനിയന്ത്രിതമായ പ്ലാസ്റ്റിക് ഉപയോഗവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഒരിടവേള കൂടി. MS Public School is among the trusted chambers who believes in meaningless service in betterment throughout history. MS is the right choice for kids to learn, shine and enlighten. Preschools are always a home-away feeling for most of the kids. But here, they are packed with all facilities where I'm sure no child would ever stay back home. Here, quality education is highly encouraged with affordable fee structures. So, build a child's future with MS Public School panel. The admission for the next academic year is already started. If you need any details, please contact our school office. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands.
Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. തലശ്ശേരി സേക്രഡ് ഹാർട്ട് GHSSൽ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. തലശ്ശേരി അഡീഷണൽ സബ് ജഡ്ജ് M. ശ്രുതി ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി സേക്രഡ് ഹാർട്ട് GHSSൽ നടന്ന പരിസ്ഥിതി ദിനാചരണം തലശ്ശേരി അഡീഷണൽ സബ് ജഡ്ജ് M. ശ്രുതി ഉദ്ഘാടനം ചെയ്തു. എന്താ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും പറഞ്ഞില്ലേ? എന്താ എൻവയോൺമെന്റ് ഡേ ഒരു ദിവസം ആഘോഷിച്ചുകൊണ്ട് മതിയാവോ? ഇല്ല. സോ വൈ ഡു വി സെലിബ്രേറ്റ് ടുഡേ? UN എന്താണ് ഒരു ദിവസമായിട്ട് തീരുമാനിച്ചത്? ബാക്കി ദിവസങ്ങളിൽ നമുക്ക് എൻവയോൺമെന്റ് ആവശ്യമായിട്ടാണോ? ഓർമ്മപ്പെടുത്തലാണ് അല്ലേ? എന്താ നമുക്ക് എല്ലാ 365 ഡേയ്സും നമുക്ക് ലൈഫ് ഉണ്ട്. We are living our life, but we celebrate our birthday one day, അല്ലേ? Right? ഓർമ്മപ്പെടുത്തലാണ്. It's a happy reminder. Even this is a happy reminder that we have a wonderful world to live. ദൈവം നമുക്കൊരു ബ്യൂട്ടിഫുൾ വേൾഡ് തന്നിട്ടുണ്ട് അല്ലേ? അത് സംരക്ഷിക്കേണ്ട ഡ്യൂട്ടി ആർക്കാ? നമുക്കിന്ന് വെറുതെ പറയാൻ മതിയോ? പോരാ. നമുക്ക് ഇന്ന് നിങ്ങൾ ഭയങ്കര ലൈറ്റായിട്ട് പറയുന്ന പോലെയല്ല. ഇന്ന് UN നമ്മളുടെ എൻവയോൺമെന്റ് ഡേയുടെ മെസ്സേജ് തന്നിരിക്കുന്നത് എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ്. എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ബൈ 1895 എങ്ങോട്ടാണ് പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചത്. കണ്ടുപിടിച്ചപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഇത്ര വലിയൊരു പ്രശ്നമാകും? വേൾഡിൽ ഇപ്പോൾ 565 ബില്യൺ ടൺസ് ഓഫ് പ്ലാസ്റ്റിക് ഉണ്ട്. ഇത് കൺസ്യൂം ചെയ്യാൻ എർത്തിന് ഈ കാലത്തെ ഇന്നും കോടിക്കണക്കിന് വർഷം തീർന്നാലും ഇത് കൺസ്യൂംഡ് ആവില്ല. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി റോഡ് സൈഡുകളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. വിവിധ മത്സരങ്ങളും നടന്നു. പ്രധാനാധ്യാപിക സിസ്റ്റർ റോസറ്റ് സ്വാഗതം പറഞ്ഞു. മദർ സുപ്പീരിയർ ഗ്രേസ് തോമസ് സംസാരിച്ചു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ
പൊന്നം ജോളി ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. പൊന്നം സൈക്ലോൺ ഷെൽട്ടറിലാണ് പരിപാടി നടന്നത്. പൊന്നം ജോളി ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷം കതിരൂർ ഹൗസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് എ വാസു പ്ലാവിൻ തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. പൊന്നം UP സ്കൂളിലാണ് പരിപാടി നടന്നത്. വിജയൻകാരായി പരിസ്ഥിതി ദിന പ്രഭാഷണം നടത്തി. മനുഷ്യന്മാർ നമ്മള് ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ആഘാതം, വല്ലാത്ത ആഘാതം, നമുക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഞ്ചിക്കോട് ബാലചന്ദ്രൻ എന്ന പേരായിട്ടുള്ള പ്രശസ്ത കവി ഒരു കവിത പാടിയ അറിയാം. ഇനി വരുന്ന മക്കറിയില്ലേ പറഞ്ഞ ഇനി വരുന്ന തലമുറക്ക് ഇനി ഇവിടെ വാസം സാധ്യമോ എന്നുള്ള ചോദ്യം. വാസം സാധ്യമോ അല്ലെ? സാധ്യമോ എന്നുള്ള ചോദ്യമാണ്. പഞ്ചായത്ത് തല കുട്ടിക്കർഷക അവാർഡ് നേടിയ അമൽ വൃക്ഷത്തൈ വിതരണോദ്ഘാടനം നിർവഹിച്ചു. VP സുജയ അധ്യക്ഷയായി. പൊന്നം UP സ്കൂൾ പ്രധാനാധ്യാപിക ഷൈനി, ഭാസ്കരൻ കുരാർത്ത്, PV രാഘവൻ, K കൃഷ്ണൻ, ജയപ്രകാശൻ, കരുണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ലൈബ്രറി പ്രസിഡന്റ് MB രതീഷ് സ്വാഗതം പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനത്തിൽ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിലെ ബയോബാബ് വൃക്ഷത്തിന് സംരക്ഷണ വലയം തീർത്ത് MES വിദ്യാർത്ഥികൾ. തലശ്ശേരി ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക OP ശൈലജ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി MES ബാവ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ പരിസ്ഥിതി ദിനത്തിൽ ഭൂമിയെ സംരക്ഷിക്കൂ, ജീവൻ രക്ഷിക്കൂ എന്ന പ്ലക്കാർഡുകളും ഏന്തി തലശ്ശേരി നഗരമധ്യത്തിൽ 800 വർഷത്തോളം പഴക്കമുള്ള കൂറ്റൻ ബയോബാബ് വൃക്ഷത്തിനു ചുറ്റും അണിനിരന്ന് സംരക്ഷണ വലയം തീർത്തു. ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക OP ശൈലജ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ശ്രദ്ധിക്കണേ, നമ്മളെ ഇന്നത്തെ ഈ ദിവസത്തെ സ്ലോഗൻ എന്താണ്, മുദ്രാവാക്യം എന്താണെന്ന് അറിയാമായിരിക്കും. എന്താ എന്നെല്ലാവരും പറ. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. എന്താ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിനെതിരെ നമ്മൾ പോരാടുക. പക്ഷെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ പ്ലാസ്റ്റിക് മുഴുവനായിട്ട് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ? നമ്മളെ വീട്ടിലെ ബക്കറ്റ്, മഗ് അല്ലേ, വേറെ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ വേറെ മാറ്റ്, ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? അപ്പം നമ്മളെങ്ങനെ പരമാവധി ഒഴിവാക്കാൻ പറ്റും നമുക്കിത്? പ്ലാസ്റ്റിക് പരമാവധി വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുക. പക്ഷേ ഇങ്ങനെയുള്ള വസ്തുക്കൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക. പിന്നെന്താണ് റീയൂസ് ചെയ്യുക എന്ന് പറയില്ലേ, അങ്ങനെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത, അതായത് ഏതെങ്കിലും സാധനമൊക്കെ റാപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് അത് പേപ്പറിൽ പൊതിഞ്ഞു കൊണ്ടുവരിക. പരമാവധി നമ്മളത് ഉപയോഗിക്കാതിരിക്കുക. പക്ഷെ ആവശ്യത്തിന് നമുക്ക് ഒരിക്കലും പ്ലാസ്റ്റിക് തീരെ ഇല്ലാത്തൊരു ലോകം നമുക്ക് ഭാവനയെ കാണാൻ പറ്റൂല അല്ലേ? അപ്പോൾ വളരെ സന്തോഷമുണ്ട് ടീച്ചർക്ക് നിങ്ങളെല്ലാം എന്നെ വിളിച്ചതിൽ. അപ്പോൾ നമ്മൾ വനത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളോ അല്ലെ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും പ്ലാസ്റ്റിക് വിമുക്ത മേഖലയാക്കി മാറ്റണം. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഉദ്ഘാടക കുട്ടികളെ ഓർമ്മപ്പെടുത്തി. ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് കോർഡിനേറ്റർ ഷമീജ വിശിഷ്ടാതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പൽ നൂറി P റഫീഖ് സ്വാഗതം പറഞ്ഞു. KK സുനിൽ, P അൻവർ, KP ലിനിഷ, AG ജസീല, A ലീന, ചൈതന്യ ചള്ളത്ത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. OP ശൈലജ ആലപിച്ച പരിസ്ഥിതി ഗാനം വിദ്യാർത്ഥികളും അധ്യാപകരും ഏറ്റുചൊല്ലി. തന്നിൽ കുളിക്കാൻ പോയി, കാവേരി പുഴ തന്നിൽ കുളിക്കാൻ പോയി, കഥ കഥ പൈങ്കിളിയും കണ്ണുനീർ പൈങ്കിളിയും, കാവേരി പുഴ തന്നിൽ കുളിക്കാൻ പോയി, കാവേരി പുഴ തന്നിൽ കുളിക്കാൻ പോയി, കടവത്ത് കാലുതെറ്റി കഥ കഥ പൈങ്കിളിയാൽ കാവേരി ഒഴുക്കിൽ ഒലിച്ചുപോയി, കൈകാലിട്ടടിച്ചപ്പോൾ ഒരുവിധം കരയ്ക്കെത്തി, കൈകാലിട്ടടിച്ചപ്പോൾ ഒരുവിധം കരയ്ക്കെത്തി, കാലിന്മേൽ കണ്ടു രണ്ടു പൊന്നും മിന്നും വളയും, കഥ കഥ പൈങ്കിളിയും കണ്ണുനീർ പൈങ്കിളിയും, കാവേരി പുഴ തന്നിൽ കുളിക്കാൻ പോയി, കാവേരി പുഴ തന്നിൽ കുളിക്കാൻ പോയി. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കോടിയേരി ജൂനിയർ ബേസിക് സ്കൂളിലാണ് പരിപാടി നടന്നത്. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ P മോഹനൻ നിർവഹിച്ചു.
ഇത് കോടിയേരി ജൂനിയർ ബേസിക് സ്കൂൾ പ്രധാനാധ്യാപിക രോഷ്ന അധ്യക്ഷയായി. കെ അച്യുതൻ സംസാരിച്ചു. വായനശാല സെക്രട്ടറി KP അരുൺകുമാർ സ്വാഗതവും ഷൈമള ടീച്ചർ നന്ദിയും പറഞ്ഞു. ന്യൂ മാഹി പെരിങ്ങാടി ശ്രീ കാഞ്ഞിരമുള്ളപ്പറമ്പ് ഭഗവതി ക്ഷേത്രം ഗംഗാധരൻ മാസ്റ്റർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ ക്ലാസും നടന്നു. ന്യൂ മാഹി പെരിങ്ങാടി ശ്രീ കാഞ്ഞിരമുള്ളപ്പറമ്പ് ഭഗവതി ക്ഷേത്രം ഗംഗാധരൻ മാസ്റ്റർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷം ഒയിസ്ക ഇന്റർനാഷണൽ ഓർക്കാട്ടേരി ചാപ്റ്റർ അംഗമായ PK രാജൻ നിർവഹിച്ചു. ഹൈറേഞ്ചിൽ നമ്മുടെ മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെയും ഭൂമിയും ക്വാറിയൊക്കെ ഉണ്ട്. അവിടെ ഇടിച്ച് നിരത്തിയിട്ട് ഈ അണക്കെട്ടുണ്ടാക്കുന്നതിന് ഒരുപാട് കല്ല് വേണം, മണൽ വേണം, സിമെന്റ് വേണം, അങ്ങനെയുള്ള ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതിന് പ്രത്യേക റോഡുണ്ടാക്കണം. ഇതൊക്കെ വിറ്റ് കാശാക്കാവുന്നത് 2 കോടികളുടെ കൊട്ടേഷനാണ് സാധാരണ ടെൻഡറായിരിക്കും നടക്കുക. അതിൻ്റെ വിഹിതം എല്ലാവർക്കും കിട്ടും. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഈ അണക്കെട്ടിൻ്റെ പണി പൂർത്തിയാകണമെന്നൊന്നും നമുക്ക് നിർബന്ധമില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള മിക്കവാറും അണക്കെട്ടുകൾ പണി പൂർത്തീകരിച്ചിട്ടില്ല. കുറ്റ്യാടി ഉൾപ്പെടെ പൂർത്തീകരിക്കാതെയാണ് നമ്മൾ പുതിയ അണക്കെട്ടുകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വരുന്നു നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. മുല്ലപ്പെരിയാറിൽ ഇപ്പോഴുള്ളതിൻ്റെ കുറച്ചും കൂടി താഴോട്ട് ഭാഗത്തെ ഉണ്ടാക്കാനാവും. അതിനേക്കാൾ കുറച്ചും കൂടി വലുതായിട്ടായി നാളെ കൂടും. വായനശാല പ്രസിഡന്റ് CB രാജൻ പെരിങ്ങാടി അധ്യക്ഷനായി. ക്ഷേത്ര പ്രസിഡന്റ് TP ബാലൻ വിശിഷ്ട വ്യക്തിയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വൃക്ഷത്തൈ ക്ഷേത്ര ഔഷധക്കാവിൽ നടുകയും ചെയ്തു. ക്ഷേത്ര സെക്രട്ടറി PK സതീഷ് കുമാർ, ഒയിസ്ക സ്റ്റേറ്റ് കമ്മിറ്റി അംഗം PK രാജൻ എന്നിവർ സംസാരിച്ചു. ന്യൂമാഹി പഞ്ചായത്ത് കൃഷിവകുപ്പ് നൽകിയ വിത്തുകൾ വായനശാല വൈസ് പ്രസിഡന്റ് സുരേഷ് കണ്ണോത്ത് ഏറ്റുവാങ്ങി. വായനശാല സെക്രട്ടറി ഹരീഷ് ബാബു സ്വാഗതവും വായനശാല വൈസ് പ്രസിഡന്റ് NK പത്മനാഭൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ സർവകലാശാലയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ ദേശവിരുദ്ധമായി ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേക നിരീക്ഷണ സമിതി. ഉത്തരവിൽ പ്രതിഷേധിച്ച് SFI. കീഴ്മാടം കല്ലിക്കണ്ടി റോഡ് നവീകരണം ഉടൻ ആരംഭിക്കുമെന്ന് KP മോഹൻ MLA. റോഡ് വീതി കൂട്ടുന്ന പ്രവൃത്തി ഉടൻ ആരംഭിക്കും. ലോക പരിസ്ഥിതി ദിനം നാടെങ്ങും ആഘോഷിച്ചു. ചമ്പാട് പരിസ്ഥിതി ദിനത്തിൽ നട്ടുവളർത്തിയ നെല്ലിമരം മുറിച്ചു മാറ്റാനുള്ള നീക്കത്തിൽ പ്രതിഷേധം വ്യാപകം. CPI തലശ്ശേരി മണ്ഡലം സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിലായി കതിരൂരിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.